അല്ല അസോസിയേറ്റ് അംഗമാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലല്ലോ, ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അസോസിയേറ്റ് അംഗം കൂടി അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ UDF-ന്റെ പാർട്ടല്ലല്ലോ. അല്ലല്ലോ. ആണോ? ആണോ? അത് പറ നിങ്ങള്. ഞാൻ ഇതുവരെ ഈ തൃണമൂൽ കോൺഗ്രസ് ഇതുവരെ UDF-ന്റെ ഏതെങ്കിലും നിലക്കിൽ അസോസിയേറ്റോ അല്ലാതെയോ പാർട്ടായിട്ടുണ്ടോ? അങ്ങനെ ഡിക്ലറേഷൻ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലൊന്നും വേണ്ടാത്തത് ചോദ്യം മാത്രമേ ഉള്ളൂ. ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അപ്പോ ഞാൻ UDF-ന്റെ പാർട്ടല്ലല്ലോ. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു UDF നടത്തുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ്? എന്താ അതിൽ തെറ്റ്? PV അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനറോട് നിങ്ങൾ ചോദിക്കുകയാണ്, UDF ഇങ്ങനെ സ്ഥാനാർത്ഥിയെ നടത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് എന്താ അഭിപ്രായം ചോദിച്ചാൽ ആ അഭിപ്രായമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, UDF-ന്റെ ഭാഗമാകുമ്പോൾ UDF-ന്റെ അഭിപ്രായം ആകണമല്ലോ. എനിക്കായിട്ടൊരു അഭിപ്രായം പറ്റില്ലല്ലോ. മിനിഞ്ഞാന്ന് വരെ ഈ നിമിഷം വരെ ഞാൻ UDF-ന്റെ പാർട്ടായിട്ടില്ല. PV അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനറോട് നിങ്ങൾ ചോദിച്ച ചോദ്യമാണ്, നിലമ്പൂരിൽ UDF നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അതിനെന്താ കുഴപ്പം? അല്ല, അതിനെന്താ കുഴപ്പമെന്ന്? അത്രേ ഉള്ളൂ. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, അസോസിയേറ്റ് അംഗമാക്കി പ്രഖ്യാപിച്ചാൽ പ്രശ്നം തീർന്നു? അല്ല, അത് പാർട്ടി കമ്മിറ്റി കൂടിയിട്ടല്ലേ തീരുമാനം.